gathering. Inju, where are you? വെൽക്കം ബാക്ക് ടു ദി ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നതേ നമ്മൾ വീണ്ടും ഒരു ട്രാവൽ ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഗേൾസ് ഗ്യാങ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ കൊടുക്കുമല വരെ പോവുകയാണ്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഫൈനലി ഇന്നത് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എഗെയിൻ പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പിക്കപ്പ് വന്നിട്ടുള്ളത് സൂര്യനെല്ലിയിൽ നിന്നാണ്. സോ അവിടെ വരെ നമ്മൾ തന്നെ ഓണായിട്ട് പോകണം. അപ്പം നമ്മൾ ഓപ്റ്റ് ചെയ്തത് കൊച്ചി ടു മൂന്നാർ ട്രാൻസ്പോർട്ട് ബസ്സാണ്. കൊച്ചി ടു മൂന്നാർ കുറേ ട്രാൻസ്പോർട്ട് ബസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ ഒരു ടൈമിങ്ങും ചെക്ക് ഇൻ ടൈമും ഒക്കെ വെച്ചിട്ട് നമ്മൾ 5:45 വൈറ്റിലയിൽ നിന്നൊരു ബസ് കണ്ടു. അത് നമ്മൾ ട്രാൻസ്പോർട്ട് KSRTC സൈറ്റിൽ ബുക്ക് ചെയ്തു. അപ്പോൾ ഇത് സ്വിഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബുക്കിങ്ങോട് കൂടിയായിരിക്കും ഈ ഒരു ബസ് മോസ്റ്റ്ലി പോകുന്നത്. അപ്പോൾ നമ്മൾ ബുക്കിംഗ് ഇല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും പോകാനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അതെല്ലാം ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, ബോർഡ് ചെയ്തു. ഒരു ഹാഫ് ആൻ അവർ ഡിലേ ഉണ്ടായിരുന്നു ബസ് വരാനായിട്ട്. നേരെ ബസ് എടുത്തു. ഇനി നമ്മളൊരു 10 o'clock കാണിച്ചിട്ടുള്ളത്. ഓൾറെഡി ഒരു ഡിലേ ഉള്ളതുകൊണ്ട് ഒരു 10:30-11 ആയി നമ്മളവിടെ റീച്ച് ചെയ്തപ്പോഴത്തേക്കിന്. അടിമാലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ടെമ്പറേച്ചർ എല്ലാം നല്ല ഡൗൺ ആവാൻ തുടങ്ങും. നല്ല ടെമ്പറേച്ചറും നല്ലൊരു വ്യൂവും എല്ലാം ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. ഭയങ്കര ബെസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്, ജേണിയാണത്. അപ്പം നേരെ നമ്മളിനിയും കുറേ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കവർ ചെയ്ത് നേരെ മൂന്നാറിലെത്തണം. ഒരു 10:30-10:45 കൂടി തന്നെ നമ്മൾ മൂന്നാർ റീച്ച് ചെയ്തു. അവിടെ നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവിടെ നിന്ന് തന്നെ കവർ ചെയ്തു. നല്ലൊരു അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ശേഷം നമ്മളൊരു ജീപ്പിലെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു, എഗ്രിമെൻ്റ് ആയി. അപ്പം 100 per person ആണ്. അപ്പം നമ്മൾ 7 പേരും പിന്നെ അവിടെ തന്നെ ഉള്ളായിരുന്ന ഒരു 2 പേരും കൂടെ അവർ ആഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഷെയ്ഡ് ജീപ്പിൽ നേരെ ഇനിയും സൂര്യനെല്ലിയിലേക്ക് പോവുകയാണ്. നമ്മുടെ മൂന്നാർ ടു സൂര്യനെല്ലി എഗെയിൻ 1 hour ആണ്. അപ്പോൾ ഈ ഓൾമോസ്റ്റ് ഒരു 1 o'clock കൂടി തന്നെ നമ്മളവിടെ റീച്ച് ചെയ്യുന്നതായിരിക്കും. പോകുന്ന വഴി അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉണ്ട്, വ്യൂ പോയിൻറ്റ്സും ഫോട്ടോ പോയിൻറ്റ്സും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീപ്പ് ആ ചേട്ടൻ ഒരു പ്ലേസിൽ സ്റ്റോപ്പ് ചെയ്തു. അവിടെ തന്നെ ഒരു കേവ് നമ്മൾ കണ്ടു. അതിനുള്ളിലേക്ക് കയറാൻ നമുക്കത്ര സേഫ്റ്റി ഫീൽ ചെയ്തില്ല. അപ്പോൾ നമ്മളങ്ങനെ കയറിയില്ല. ജസ്റ്റ് അതൊന്ന് ഒരു എൻട്രി വരെ പോയിട്ട് തിരിച്ചിഞ്ഞ് പോന്നു. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിക്കപ്പ് വരുന്നത് സൂര്യനെല്ലിയിൽ നിന്നാണ്. അപ്പം നിങ്ങൾ വരുമ്പോഴും നമുക്ക് പ്ലാൻ ചെയ്ത് സൂര്യനെല്ലിയിലോട്ടും നമുക്ക് ഒന്നെങ്കിൽ ബസ്സസ് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഷെയ്ഡ് ജീപ്പൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇന്ന് ടെൻ്റ് ആൻഡ് ട്രക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേയിലാണ് എന്നുള്ളത്. ടെൻറ്റ് സ്റ്റേ ആണ് നമ്മൾ ഇപ്രാവശ്യം ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പലതരം ടെൻറ്റുകൾ അവൈലബിൾ ആണ്. ഓരോരോ തട്ടുകളായിട്ട് ഒരു അടിപൊളി ഒരു വ്യൂവും സെറ്റപ്പുമാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇനിയിപ്പം നൈറ്റ് ആകുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് ശരിക്കും കിട്ടുന്നത്. നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഇത് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു പ്ലേസാണ്. നമ്മൾ നേരെ വന്നു. ഇനി ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസും അതുപോലെ തന്നെ പേയ്മെൻറ്റ്സും ഒക്കെ കൊടുത്ത് എല്ലാം പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇതാണ് ഇവരുടെ ടൈമിങ്ങും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും. ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ, അവരെന്താണോ ടൈമിങ് അവിടെ ഓരോ ആക്ടിവിറ്റിക്കും കൊടുത്തിട്ടുള്ളത് ഭയങ്കര പങ്ക്ച്വലാണ്. കറക്റ്റ് ടൈമിന് ആ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യും. ആരൊക്കെയാണോ അവൈലബിൾ അവരെ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അതിനോടൊപ്പം തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഒരു ഭയങ്കര മിനിമൽ സെറ്റപ്പാണ്. അതുപോലെ തന്നെ ഓരോരോ തട്ടുകളിലായിട്ട് അവർ ടെൻറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. 2 അല്ലെങ്കിൽ 3 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെൻറ്റുകളാണ് അവിടെ ഉള്ളത്. നമുക്ക് 3 പില്ലോസും 3 ബെഡ്ഷീറ്റും അതുപോലെ തന്നെ മാറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നീറ്റായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ഇനി നമുക്ക് ഇന്നത്തെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് ട്രക്കിംഗ് ആണ്. 3 kilometers അപ്പും 3 kilometers ഡൗണും നമുക്ക് കവർ ചെയ്തെടുക്കണം. എല്ലാവരും റെഡിയൊക്കെ ആയി. ട്രക്കിങ്ങിന് പോകുന്നതിന് മുന്നേ തന്നെ അവിടെ ടീയും അതുപോലെ തന്നെ സ്നാക്സും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഷാർപ്പ് 4:30 ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. സോ എല്ലാവരുമായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഭയങ്കര എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ ബിന്ദുവിൻ്റെ സിസ്റ്റേഴ്സ് ഉണ്ട്, ക്യാദറിൻ ഉണ്ട്. അവരുടെയൊക്കെ ഫസ്റ്റ് ട്രക്കിംഗ് ആണ്. സോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആദ്യം നല്ല എനർജി ആയിരുന്നു. അതുപോലെ തന്നെ വ്യൂവും അടിപൊളിയാണ്. ഭയങ്കര ഗ്രീനറിയാണ് 2 സൈഡിലും. അന്ന് അവിടെ സ്റ്റേ ചെയ്യുന്ന എല്ലാവരും ഒരുമിച്ചായിരിക്കും നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഇന്ദുവും ഐശ്വര്യയും അവർ വളരെ പിറകിൽ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് വളരെ പതുക്കെയാണ് എത്തിയിരുന്നത്.
ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടു. കുറച്ച് പേരോട് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റി. അങ്ങനെയാണ് നമ്മൾ ഈ പോകുന്ന ഇങ്ങനെ ട്രക്കിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുറേ പശുക്കളെ കാണാം. അവരെല്ലാം ഈ മലമണ്ടം ഫുള്ള് കയറിയിട്ട് തിരിച്ചിറങ്ങുകയും ഡെയിലി ഇത് തന്നെ ചെയ്യുമെന്നാണ് നമ്മളിങ്ങനെ ഗൈഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ? How is the experience, gathering? നമ്മളൊരു 1.5 കിലോമീറ്റേഴ്സ് കവർ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ടയേർഡായി, ശരിക്കും ടയേർഡായി. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ട്രക്കിങ്ങും തന്നെയാണ്. ഐ മീൻ നമ്മൾ വിത്തിൻ ആ ഒരു ടീ എസ്റ്റേറ്റിനുള്ളിൽ കൂടെയാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ ഡിഫിക്കൽട്ട് വഴികളിലൂടെയൊക്കെ കയറി ഫൈനലി നമ്മുടെ വ്യൂ പോയിൻ്റ് എത്തി. അത് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഹാപ്പിനെസ് വേറെ ഒന്ന് തന്നെ ആയിരിക്കും. സോ അങ്ങനെ നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. ഇവിടെ നമുക്ക് സൺസെറ്റും കാണാം. അതുപോലെ തന്നെ അത്യാവശ്യം 3 കിലോമീറ്റേഴ്സ് നടന്നിട്ട് ഫൈനലി വി റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. ബേബി, എങ്ങനെയുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ്? വെരി നൈസ്. So guys, finally sunset കണ്ടു ഗൈസ്. പക്ഷെ സണ്ണം വന്ന് ശരിക്കും ഞങ്ങൾ കണ്ടില്ല ഗൈസ്, ഫോട്ടോ എടുത്തിട്ട്. എനിക്ക് ഞാൻ എടുത്ത പടം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ സൺസെറ്റ് എല്ലാം കണ്ടു, കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ ഇനി നമ്മൾ തിരിച്ച് ആ കയറിയ 3 കിലോമീറ്റേഴ്സ് എഗെയിൻ താഴത്തോട്ട് വരണം. സോ നമ്മൾ താഴത്തോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് തന്നെ രാത്രിയായി തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ രാത്രിയായി, തണുപ്പ് ഒക്കെ കൂടി വരുവാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു സ്നാക്സ്, ഇവിടെ ഷോപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ട്രക്ക് ചെയ്ത് താഴോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു സ്നാക്സ് വാൻ കിടപ്പുണ്ടായിരുന്നു. അവിടെ നമുക്ക് ആവശ്യമുള്ള സ്നാക്സ് ഒക്കെ വാങ്ങാം. ഇതേ നമ്മുടെ ടെൻ്റ് ആൻഡ് ട്രക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലൈറ്റെല്ലാം ഇപ്പം ടേൺ ഓൺ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ള് ലൈറ്റ്, ആ ഒരു മൊത്തം എൻ്റയർ കോമ്പൗണ്ട് ഫുള്ളി ഇതുപോലുള്ള LED ലൈറ്റ്സ് വെച്ചിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ട്രക്കിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, തിരിച്ചു വന്നു. ഇനി നമ്മൾ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നമുക്ക് DJ ഉണ്ട്, ഡിന്നറുണ്ട്, ചെറിയൊരു സ്നാക്സ് ഉണ്ട്. ഇവിടെ നമ്മുടെ ടെൻറ്റ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ അവിടെ ആ ഒരു ടെൻ്റെല്ലാം ഒന്ന് കണ്ടു. ശേഷം ക്യാമ്പ് ഫയർ അപ്പോഴേ സ്റ്റാർട്ടാകും. 8 o'clock ക്യാമ്പ് ഫയറിൻ്റെ ടൈം. അപ്പോൾ തന്നെ നല്ല മ്യൂസിക്കും എല്ലാം വരും. അപ്പം പല ലാംഗ്വേജിലാകുമ്പോഴത്തേനും അവരവരുടെ ലാംഗ്വേജിലുള്ള പാട്ട് വരുമ്പോഴത്തേനും നല്ല തകൃതിയായിട്ട് എല്ലാവരും ഡാൻസൊക്കെ കളിച്ചു. ശേഷം നമുക്ക് 9 o'clock ഷാർപ്പ് ഫുഡ് അവൈലബിൾ ആണ്. മെനുവിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടെ നമ്മുടെ ഫസ്റ്റ് ഡേ ഇന്നിവിടെ കഴിയുവാണ്. ഇനിയിപ്പോൾ ടെൻറ്റിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനും ക്യാതറിനും കൂടെ ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്തു. ശേഷം ഇനി രാവിലെ നല്ല വെറിച്ചിട്ടുള്ള മോർണിംഗ് ആണ് ഗൈസ്. ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി റെഡി ആവാൻ പോവാണ് ഗൈസ്. എങ്ങനെയുണ്ട് ജിസ്നു? ആത്മാർത്ഥത കാരണം ഞങ്ങൾ നേരത്തെ എണീറ്റു. 4:15 ആയപ്പോഴത്തേന് ഞങ്ങൾ എല്ലാവരും റെഡിയായി. അപ്പോഴും നമുക്ക് രാവിലെ മോർണിംഗ് തന്നെ ഒരു കോഫി അവർ തരുന്നുണ്ട്. സോ അതൊക്കെ കുടിച്ച് സെറ്റ്
സെറ്റായിട്ട് ഷാർപ്പ് 4:30 നമ്മുടെ ജീപ്പ് ആരൊക്കെ റെഡി ആയിട്ടുണ്ടോ അവരെ കൊണ്ട് സ്റ്റാർട്ടാകും. ഒരു ജീപ്പിൽ മാക്സിമം 6 ആൾക്കാരാണ് പറ്റുന്നത്. നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് ഈ കുളുക്കുമലയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു ജീപ്പ് പാസ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാസഞ്ചറും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കണം. സോ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് എല്ലാവരും സെറ്റായി. അപ്പോൾ ആ ചേട്ടൻ ആദ്യമേ പറഞ്ഞു പുറകെ ഇരിക്കുന്നവർക്കായിരിക്കും കുറച്ചും കൂടെ നല്ല ഡിഫിക്കൽട്ടായിരിക്കും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനെന്ന്. കുരുട്ടാണ്. സോ ഒരു 14 കിലോമീറ്റേഴ്സ് ആണ് മൊത്തത്തിൽ നമുക്കുള്ളത്. സോ 7 കിലോമീറ്റേഴ്സ് ഇങ്ങനത്തെ നോർമൽ റോഡുകളും 7 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ജീപ്പ് ട്രക്കിങ് വരുന്നിട്ടുള്ളത്. അപ്പം നമ്മളൊരു പോയിന്റിലെത്തി. അവിടെ ഇനി നമ്മുടെ ഈ ഫില്ല് ചെയ്ത ഫോം കാണിച്ചിട്ട് 100 per person കൊടുത്തിട്ട് പാസ് എടുക്കണം. സോ അതിനുവേണ്ടി പോയ അപ്പോൾ നമ്മൾ നേരത്തെ വന്നുകൊണ്ട് തന്നെ നമ്മുടെ പാസ്സൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. ഇപ്പോഴാണ് ആ ചേട്ടൻ കറക്റ്റ് 4:30 എന്തുകൊണ്ട് ഇറങ്ങണമെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മുടെ ജീപ്പൊക്കെ വരുന്ന ഓർഡർ അനുസരിച്ചാണ് പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ പാസ് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. നല്ല തിരക്കുള്ള സമയമൊക്കെ ആകുമ്പോൾ ഒരു 250 ജീപ്പ് രജിസ്റ്റേർഡ് ഉള്ളത് ഇവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നല്ല ലേറ്റാകും. സോ നമ്മൾ വരുമ്പോഴത്തേന് പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിന് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇനി നമ്മൾ ഈ ഉള്ളിലോട്ട് ഒരു ടീ എസ്റ്റേറ്റിനുള്ളിലോട്ടുകൂടാണ് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അവിടുത്തെ വർക്കേഴ്സിൻ്റെ വീടുകൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റല്, പിന്നെ ടീ എസ്റ്റേറ്റ് എല്ലാം നമ്മൾ കണ്ടിട്ടാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പോകുന്നത്. സോ പോകുന്ന ടൈമിൽ നമുക്കിതൊന്നും വിസിബിൾ അല്ല, കാരണം നല്ല ഇരുട്ടാണ്. തിരിച്ചു വരുമ്പോഴത്തേനും നമുക്ക് എല്ലാം നന്നായിട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇപ്പം നമ്മൾ ആ കിട്ടിയ പാസ് ഇവിടെ കൊടുത്തിട്ട് ഇനി അകത്തോട്ട് കടക്കുകയാണ്. നല്ല തണുപ്പാണ്. നമ്മൾ ഈ പോകുന്ന സമയത്ത് സ്വെറ്റർ മസ്റ്റായിട്ട്, ഇതിപ്പം മാർച്ചിലാണ് നമ്മൾ പോയത്, എന്നിട്ട് പോലും നല്ല തണുപ്പ് രാവിലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ക്ലോത്ത് വെയർ ചെയ്തിട്ട് തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെ നോർമൽ റോഡാണ്. എന്നിട്ട് അവിടെയൊക്കെ തന്നെ തണുപ്പ് നന്നായിട്ട്. Oh guys, it's going to start. Oh my God. നന്നായിട്ട് ജീപ്പിൽ പിടിച്ചിരിക്കണം. അതുപോലെ തന്നെ ബാഗുകളോ ഫോണുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് സേഫ്റ്റി ആയിട്ട് തന്നെ വെക്കണം. അതല്ലെങ്കിൽ തെറിച്ചിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഓരോരോ ജീപ്പിന് പിന്നാലെയായിട്ടാണ് പോകുന്നത്. ഒരു ജീപ്പ് ഫസ്റ്റ് തൊട്ട് മുന്നേ. ഇവിടെ അധികം ബഹളമൊന്നും ഇല്ലാതെ ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് ഇവർ അങ്ങനെ മുന്നോട്ട് കയറി പോകുന്നത്. സോ ഇനി ഒരു 7 കിലോമീറ്റേഴ്സ് നമ്മളിങ്ങനെ ഓഫ് റോഡ് ആയിരിക്കും. ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഇനി കയറുകയാണ്. അപ്പോൾ തന്നെ അവിടെ നമ്മുടെ ഈ ഒരു കുളുക്കുമല എന്താണെന്നും അതിൻ്റെ ഹൈറ്റും അതിൻ്റെ വ്യൂ പോയിന്റ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനു മുന്നേ നമ്മൾ മൂകാംബിക കുടജാദ്രി പോയപ്പോഴാണ് ഇതിൽ ജീപ്പ് ട്രക്കിങ്ങിന് പോയത്. പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത്. അവിടുത്തെ റോഡ് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. ഇവിടെ ഫുള്ള് കുണ്ടും കുഴിയും പാറയുമാണ്. സോ അങ്ങനെ നമ്മൾ ഫൈനലി ഒരു 7 കിലോമീറ്റേഴ്സ് നല്ല ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുലുക്കും എല്ലാമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ജീപ്പ് ട്രക്കിംഗ് എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് റോഡാണ്. കഴിച്ചതൊക്കെ തേച്ചു കഴിഞ്ഞു. വ്യൂ പോയിന്റിലേക്കുള്ള വഴി ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് ഒരു ഇൻഡിക്കേറ്റർ അവിടെ വെച്ചിട്ടുണ്ട്. സോ ഇനി അത് നോക്കിയിട്ട് നമുക്ക് ഒരു 1/2 കിലോമീറ്റർ മുകളിലോട്ട് നടക്കുക. അപ്പോൾ നമ്മുടെ വ്യൂ പോയിന്റ് കിട്ടും. അത്യാവശ്യം നല്ല നേരത്തെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം നമുക്ക് കണ്ടുപിടിച്ച് അവിടെ തന്നെ നമ്മൾ നിന്നു. നമ്മൾ വൈകുകയാണ് വരുന്നതെങ്കിൽ കുറേ പുറകോട്ട് നമുക്ക് നിൽക്കേണ്ടി വരും. കാരണം നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ എല്ലാ ജീപ്പും എത്തി. അത്യാവശ്യം നല്ല തിരക്കായി അവിടെ എല്ലാം. അപ്പോൾ ഈ ഒരു ടൈമിൽ ശരിക്കും ഒരു ട്രാൻസിഷനാണ്. നമ്മൾ ചെല്ലുമ്പോൾ നല്ല ഇരുട്ടാണ്. പിന്നെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് കൂടിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് ഫീലാകും. ശരിക്കും ക്യാമറയിലൊന്നും അതിൻ്റെ ഒരു നേരിട്ടുള്ള ഒരു ബ്യൂട്ടി ശരിക്കും കിട്ടത്തില്ല. ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സൺറൈസാണ് നമ്മളവിടെ വിറ്റ്നസ് ചെയ്തത്. പിന്നെ സീസൺ അല്ലാത്തതിനാണ് ക്ലൗഡ് ബെഡ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ക്ലൗഡ് ബെഡ് നമുക്ക് കിട്ടണമെങ്കിൽ ഏതർ ജാനുവരിയിലോ അതല്ലെങ്കിൽ ഫെബ് ഫസ്റ്റ് വീക്ക് ഡിസംബർ ടു ഫെബ് ഫസ്റ്റ് വീക്കിനുള്ളിൽ നമ്മൾ പോകണമായിരുന്നു. സോ അതിനിയും നമുക്ക് പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പം 2-3 ദിവസമായിട്ട് സൺറൈസ് ഇല്ലെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടില്ല. സൺറൈസ് ശരിക്കും വിറ്റ്നസ് ചെയ്യാൻ പറ്റി. കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാമായിട്ട് പിന്നെ ഫുള്ള് ബഹളമായിരിക്കും അവിടെ. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുമ്പം നേരത്തെ നിങ്ങൾ രാവിലെ എണ്ണീറ്റ് പോവുക. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല വ്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കും. തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്ക് ഓഫ് സീസൺ ആണെങ്കിൽ പോലും ഇപ്പോഴും ഉണ്ട്. ആ ഒരു ക്ലൈമറ്റും ആ ഒരു എക്സ്പീരിയൻസും ശരിക്കും നമ്മൾ വിറ്റ്നസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്.
സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 8000 അടി ഉയരത്തിലുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് കുളുക്കുമല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടീ പ്ലാന്റേഷനും ഇവിടെ തന്നെയാണ്. സോ അങ്ങനെയുള്ള നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ ഇവിടെ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ശരിക്കും ഈ ഒരു ട്രിപ്പ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് നമുക്കൊരു വീക്കെൻഡ് സ്പെഷ്യലി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. എഗെയിൻ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് വീക്കെൻഡിൽ ഇത്രയും രക്ഷമുള്ളത്. അതല്ല ശരിക്കുമുള്ള സീസൺ ടൈമിലൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട പോലെ ഭയങ്കര റഷായിരിക്കും. അതിവർ എടുത്ത് പറയുന്നുണ്ട്. സോ അതനുസരിച്ച് നമുക്ക് വീക്ക് ഡേ ഒക്കെ ഒരു ലീവ് ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 7:30 കൂടി തന്നെ നമ്മുടെ സൺറൈസും അതിൻ്റെ പരിപാടികളും എല്ലാം കവർ ചെയ്ത് കഴിയും. പിന്നെ ഇനി നമ്മൾ ആ ഇറങ്ങിയ സെയിം ഓഫ് റോഡും പിന്നെ ഒരു 7 kilometers കൂടെ കവർ ചെയ്യണം. അങ്ങനെ നമ്മൾ ദേ താഴത്തെത്തി. ഇനി നമ്മൾ എത്തി ഫ്രഷ് ആയിട്ട് റിട്ടേൺ ആണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി വി ഹാവ് ജസ്റ്റ് കംപ്ലീറ്റഡ് അവർ കുലുക്കുമല സൺറൈസ്. നമ്മൾ എന്തിനാണോ വന്നത് സോ അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിന് വരെ താങ്ക് യു ഗൈസ്. ബൈ ബൈ.